ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എയർപോർട്ടിലെ ഉണ്ടോ, നാട്ടിൽ പോകുന്നുണ്ടോ, നമുക്ക് ഇത് നാട്ടിൽ പോകണ പറ്റുന്ന തീരുമാനം ഉണ്ടായിരുന്നു അല്ലേ. സഡൻ പ്ലാനിങ് ദിസ് ടൈം. കുറേ പ്ലാനിങ് ചെയ്തില്ല. ഈ പ്രാവശ്യം നമുക്ക് മൂന്നാർ പോയി വന്ന ശേഷം നമുക്ക് എന്താ വേറെ സ്ഥല വെക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ. പക്ഷെ നമുക്ക് കേരളയിൽ ഇപ്പോൾ നല്ല ചൂട്. മൂന്നാറിൽ പോയി കുളമായി. മൂന്നാർ പോയപ്പോൾ നമുക്ക് കുറേ സ്ഥലം പോകാനും പറ്റില്ല. അപ്പോൾ വീട്ടിൽ വന്ന ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ സ്ഥലം പോകണം, കുറച്ച് നല്ല നല്ല സ്ഥലം. അപ്പം അമ്മ ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു എവിടെ പറ്റിയ സ്ഥലമുണ്ടോ. സമ്മറിൽ പോകാൻ പറ്റിയ സ്ഥലം നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ നല്ല വെയിലായിരുന്നില്ലേ. അവിടെ ഞാൻ നാട്ടിൽ അത്ര തണുപ്പില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് പോയി വരാമല്ലോ. അപ്പോൾ പുണ്യസിക്കൻ ഇപ്പോൾ സ്കൂളിലേക്ക് വെക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ 2 മാസം വീട്ടിലുണ്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ഉണ്ടോ, പിന്നെ അത് കാരണം നമുക്ക് പെറ്റിനെ പോയിട്ട് വരാൻ പറയാം. പക്ഷേ ഇത് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഇത് പെറ്റിനെ മൂന്നാർ പോയി വന്ന ശേഷം ഇത് പ്ലാനുണ്ടോ. ഓരോ ദിവസം ജസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് ടിക്കറ്റും നോക്കിയപ്പോൾ ടിക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ ബുക്ക് ചെയ്ത് 2-3 ദിവസം അല്ലേ. പിന്നെ പിടിപിടി നമുക്ക് എല്ലാ താങ്ക് യു. നാട്ടിക്ക് പോന്ന് എവിടെ സ്ഥലം? ഓ വാരണാസി. ശരി ശരി. ഓ മിണ്ടായിരിക്കാൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. മിണ്ടാതിരിക്കാൻ എന്നോട് എഴുതിട്ട് നമുക്ക് സഡൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫ്ലൈറ്റ് രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്, 5 മണിക്ക് ഫ്ലൈറ്റ്. എന്താ അല്ലടാ, ഞാനിങ്ങനെ സമ്മറിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി. അതെ, പക്ഷെ എന്നാ പോലും സോണത്തിന് വീട്ടിൽ നിന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ലടാ. ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ വഴി പോയിട്ട് അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. സോണത്തിന് ചേച്ചിയോടും ചേട്ടനോടൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞ് അവര് നമുക്കത് അപ്പൊ നമ്മൾ നമ്മുടെ ഡ്രസ്സ് മാത്രമായിട്ടല്ലേ പോകും. അങ്ങനെ നടക്കില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോകണം. അപ്പൊ ചോദിക്കൂടെ ചേച്ചിക്ക് അറിയില്ല. അപ്പൊ ചോദിക്കൂടെ ചേച്ചിനെ ചോദിക്കൂടെ ഏപ്രിൽ ഫുൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ വീട്ടിൽ താഴെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചായിരുന്നു. ആ പാവ ആള് താഴെ നോക്കിയപ്പോ ഇവള് കാണുന്നില്ല. അപ്പൊ അതിന്റെ അപ്പൊ ചേച്ചിക്ക് മാത്രമല്ല അറിയാത്തുള്ളൂ, ബാക്കി അറിയോ? ഓക്കെ, അപ്പൊ ജോമേരിക്കും ചേട്ടനും മാത്രം അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ പോയി നോക്കാൻ നമുക്ക് അവസ്ഥ. കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അവൾക്ക് പേടിയുണ്ട് അമ്മനെ കൊണ്ടുപോകണോണ്ടേ. ലാസ്റ്റ് അറിയാലോ നമുക്ക് അവൾക്ക് വിഷമമുണ്ടോ. ലാസ്റ്റ് അങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ. ഇല്ല, നമുക്ക് ഒരാൾക്ക് പിന്നെ വയ്യായി കഴിഞ്ഞ പിന്നെ ആർമിക്ക് പോകണം, നമുക്ക് പറ്റൂലല്ലോ. അങ്ങനെ പറഞ്ഞല്ലോ, എന്താ പറയാ, ആഗ്രഹം പറഞ്ഞല്ലോ. അപ്പൊ അത് സോക്കിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. അമ്മയല്ലേ നാളെ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെയല്ല, ഇപ്പൊ അവർ ഈ പ്രായക്കാർക്ക് ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല മമ്മൂട്ടി. അപ്പൊ അതല്ല നമ്മുടെ ഇത് മൊത്തത്തില് ഇപ്പൊ ആർക്കായാലും ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് എല്ലാരും ഒരുമിച്ച് പോവാ, അത്രേ ഉള്ളൂ. അല്ല അമ്മച്ചി, അപ്പൊ അങ്ങനെ ഉള്ളു. അപ്പൊ ശ്രീകുട്ടി അത് ഉണ്ട്. പിന്നെ കൊച്ചക്കൻ സ്കൂളില് വെക്കേഷൻ ഉണ്ടല്ലോ, സ്കൂളുണ്ടാകും. പിന്നെ നമുക്ക് മൂന്നാർ ട്രിപ്പ് ഒരിക്കലും മറക്കൂല. മൂന്നാറ് പിന്നെ ഭയങ്കര ട്രാവൽ, ഓരോ പോയിന്റ് എത്തും. അതാണ്, കാരണം അതിന് മാത്രം ഫുഡ് കഴിച്ചോളൂ. അതാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളം കുടിക്കില്ല, പുറത്ത് വെള്ളം നന്നായിട്ട് കഴിക്കണം, അതിന് പെട്ടെന്ന് തലവേദന എടുക്കും. അപ്പൊ എല്ലാവർക്കും അവിടെ പോയി കാണാം. സോയിക്കുട്ടി അമ്മ ഇങ്ങനെ കുറച്ചു നേരം കിടക്കട്ടെ. കുറെ നാളെയല്ലേ പറയണ ഫ്ലൈറ്റിൽ കയറണം, കൂടി കയറണം. രാത്രി ആയിപ്പോയല്ലോ, എന്ത് ചെയ്യും? കുഴപ്പമില്ലേ? ആൻസി തല്ലി പിടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. വേണം, ആരെങ്കിലും വരുവാണെങ്കിൽ വല്ലവരുടെ സീറ്റ് ഇരിക്കാൻ നാണമില്ല നമുക്ക്. പറക്കാം. എവിടെ ദോശ പൊള്ളി? അയ്യോ, ഇവന് ദോശ പൊള്ളിയോ? സാരമില്ല.
എല്ലാം പണിയും ചെയ്യൂലേ. എന്താ അമ്മയുടെ മോള്? Aku tahu. Ay na, kau bercuri sebab ini mau tahu ada lagi mau ni jangan na. Tahu aja, haswa. अच्छा बोलो, अच्छा बोलो. क्या? ड्रॉ करो. हम लोग ये नेपाली भाषा है. तो मलयाली लुक है ना? नहीं, मेरा तो मलयाली नहीं केरलियन लुक है. हाँ केरला लुक है. മലയാളി മലയാളി. അതെ അവൻ നമുക്ക് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ എത്തി അവതെ നമുക്ക് ടാക്സിയിൽ വീട്ടിലേക്ക് പോകണം എങ്കിൽ നല്ല സീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡ് ഒക്കെ നല്ല തിരക്കുണ്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഹായ് 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 ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ബാഗ്ഡോഗ്ര. വീണ്ടും സോനത്തിന്റെ നാട്ടിലേക്ക് വന്നു. എനിക്ക് എപ്പോ വീട് എത്തണം, വേഗം വീട് എത്തണം. എന്താ അങ്ങനെ? ഇത് ഭയങ്കര ഇതായിട്ടുണ്ടോ ബ്ലോട്ടിങ്. ഇത് വേണോ? ഫുഡ് വേണോ? ഇവളെന്ത് ഇവള് ചിന്തിക്കണേ, ഇങ്ങനെ ചിന്തിച്ചു കിട്ടു. ഫുഡ് വേണോ? വേണ്ടേ? ഇതില്ലാത്ത വീട്ടിൽ പോവാം. വയ്യാണ്ട ഇവിടെ എനിക്ക് കഴിക്കണം തോന്നുന്നില്ല. പോരാത്തനും ബ്ലോക്കിൽ കിടന്ന് എന്ത് ചെയ്യും? ഓ അതും ശരിയാട്ടോ. എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. ബോഡിക്ക് വീട്ടിൽ പോവാ, ഫസ്റ്റിനൊക്കെ വീട്ടിൽ പോവാ പറയുന്നു. കുട്ടിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാ വീട്ടിലെത്തിയാ മതി. വീട്ടിലെത്താൻ എങ്ങനെയും കുഴപ്പമില്ല. എനിക്ക് ഇതില്ലല്ലോ, സ്വസ്ഥ ഇല്ല, സ്വസ്ഥ ഇല്ല, അസ്വസ്ഥ ഉണ്ടോ. അത് കാരണം വീട്ടിൽ എപ്പോ പെട്ടെന്നെത്തും അത്രയും നല്ല. എന്താണ് ബ്ലോക്ക്? ഇങ്ങനൊക്കെ ഉണ്ടല്ലോ. ആശിച്ച് മോഹിച്ച് വരുമ്പോ എങ്ങനെയാണല്ലോ. കുറച്ചു നേരം വെച്ച് കഴിയുമ്പോ എന്ത് പ്രശ്നം? ഓ അതൊക്കെ ഞങ്ങളുടെ അങ്കമാലി റോഡ്. ഓ പുറകിലെ സീറ്റ് ഒഴിവായിട്ട് ഞാൻ അവിടെ കൊണ്ട് ഉറങ്ങിയേനെ. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ട. ഇന്നലെ രാത്രി ഉറങ്ങി, ഒട്ടും ഉറങ്ങില്ല. സോനൊക്കെ സോന കാണിച്ചുകൊണ്ട് ഉറങ്ങാണ്ടില്ലായിരുന്ന. അമ്മച്ചി കാലംപൊങ്കലിലെ ബ്ലോക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പ്രധാന വാർത്തകൾ പറഞ്ഞു. എന്താണ് അവരുടെ അഭിപ്രായം? നല്ല നമുക്കവിടെ ഇങ്ങനെ ബ്ലോക്കില്ല. നമ്മുടെ അവിടെ ഇത്രയും ബ്ലോക്കില്ല, ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഇനി ഇത് എത്ര നേരം ഉണ്ടാവുമോ സോനം? അങ്ങ് വരെ ഉണ്ടാവുമോ? ചിലപ്പോ രാത്രി ഭാഗ്യം രാത്രി ചില സമയത്ത് 2-3 മണിക്കൂർ ബ്ലോക്ക് ഉണ്ടാവും. ഞാൻ പണ്ട് കുറെ വർഷം മുമ്പ് ഇങ്ങനെ ബ്ലോക്ക് കിട്ടി. പക്ഷേ ലാസ്റ്റ് ടൈം 2-3 ടൈം ആവുമ്പോ ഇങ്ങനെ ബ്ലോക്ക് കിട്ടില്ല കേട്ടോ. മാറുന്നില്ലോ. ഹാപ്പി എത്ര മണിക്കൂർ നമ്മളോട് ഈ ബ്ലോക്ക് കണ്ട് കണ്ട് ചൂടായിട്ട് പൊന്നിസോറോണേക്ക് ഇത് ഇപ്പൊ നന്നാക്കുന്നുണ്ടോ, മഴ പെയ്യും വീണ്ടും പോവും. അല്ല നമ്മളിപ്പോ കഴിഞ്ഞ വർഷം വന്നപ്പോ കുഴപ്പമുണ്ടായില്ലല്ലോ. പോയായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ പോയായിരുന്നല്ലോ. വീണ്ടും ഇങ്ങ് പൊളിച്ചിട്ട് മണ്ണ് കളയും. വീണ്ടും ഇത് വെള്ളം കയറുമ്പോ വീണ്ടും
ഇത് ഉള്ളിലെ കുണ്ടി പോകും അയാള് കൊണ്ടുപോകും. അത് പ്രശ്നം. കേരളത്തിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് 4 മണിക്കൂർ മതി ഫ്ലൈറ്റില്. ഇതിപ്പോ എത്ര നേരം ഇതിലിരിക്കുന്നത്? 3.5 മണിക്കൂറായിട്ടാ ബ്ലോക്കില്. 3.5 മണിക്കൂർ ബ്ലോക്കില്. വാ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര മണിക്കൂർ കഴിയും? അമ്മ നമ്മള് റീല് കാണുന്ന പോലെ അല്ല, റീല് കാണുന്ന പോലെ അല്ല റിയല്. നോക്കണെന്തിരാ? ഞാൻ നാടും ബ്ലോക്ക് ആക്കിയിട്ടാണോ ഇങ്ങനെ നോക്കണേ? നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞു. 10 കിലോമീറ്റർ കൂടുതലുണ്ടോ? $10 മിനിറ്റ്. സമാധാനായ मैडम धेरै धन्यवाद. बेस्ट ऑफ लक. थैंक यू. ओके बाय 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 बाय. हुन्छ दाजु, धेरै धन्यवाद. कसरी जानु? मसिना. हेलो मसिना. हेलो. नानी. थैंक यू. चिचेलु डाउट चाहिँ हुँदै थियो. അറിയില്ല. डाउट इच्छिरै ഉണ്ടായിരുന്നോ പറഞ്ഞു. मेरा हस्बैंड बोला घर साफ करने को बोला, खाना पकाने को बोला. वो बोल रहा था कि मेरा दोस्त लोग आएगा. वो गेस कर रहा था मैं ऊपर से देख रहा था ना. सोनी दीदी सोनी ओइ सोनीलाई त थाहा छैन हैन. वेलकम. कैसा? मैं बोले क्या छिटो मेरो शॉर्ट सिन्यो जो ये फाइना वो कहिना എന്താ? ऐसे नहीं, ऐसे चलो बोलाओ. अब त गाइस नमक വീട്ടിൽ എത്തി. സന്തോഷായി. ബ്ലോക്കിൽ ശരിക്കും നമുക്ക് രാവിലെ 7:30 8 o'clock എത്തി. ഈ ബ്ലോക്ക് കാരണം എൻ്റെ അമ്മേ. അപ്പൊ നമുക്ക് ലഗേജ് കണ്ടാനോ ഗൈസ്? നമുക്ക് ലഗേജ് ഉണ്ടാറേ. പിന്നെ ഒരു നിറച്ച് ഫ്രൂട്ടും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ചോറുണ്ടോ? അപ്പൊക്കെ എന്താ ചോറില്ലേ? ബീഫ്, അച്ചാറ്, ചോറ്. ബീഫ് നല്ലുണ്ടോ? റെസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അമ്മ കുളിച്ചിട്ട് അമ്മ ചോറുണ്ടോ? ഏച്ചി കുളിക്കുന്നുണ്ടോ? അപ്പോൾ കുട്ടകൻ ചോറ് കൊടുത്തോ. കൊച്ചകൻ കുളിച്ചിട്ട് ചോറ് കൊടുത്തോ. ഇങ്ങനെ അവിടെ സിൽഗുഡിയിൽ വരുമ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അങ്ങനെ ചൂടും ഇല്ല. ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനും കുളിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് ഫ്രഷായി. പിന്നെ ഞാനും ചോറുണ്ടും. ഇങ്ങനെ പക്ഷെ അങ്ങനെ ചൂടില്ല കേട്ടോ. തണുപ്പില്ല. ചിലപ്പോൾ രാവിലെ വൈകിട്ട് ഇച്ചിരി തണുപ്പുണ്ടാവും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ചേച്ചിക്ക് വീട് പോകുന്നു. എപ്പോൾ പോണേ? നാളെ പോവാല്ലേ? കുളിച്ച് കഴിഞ്ഞോ? അപ്പോൾ നല്ല ഫ്രഷ് ആയി. തല കഴുകില്ല. തല ഇപ്പോൾ വന്നല്ലോ. പറ്റുന്ന തല കഴുകുന്നു പാടില്ല. അപ്പം ഞാൻ കുളിച്ച് തണുപ്പ് വെള്ളം അമ്മ ചൂട് വെള്ളം കഴുകില്ലോ. ഞാൻ തണുപ്പ് വെള്ളം കുളിച്ചു. വേല് സമയത്ത് തണുപ്പ് വെള്ളം കുളിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതേ ഫുഡ് ചൂട് ചോറ് കഴിച്ചോട്ടെ. ഇപ്പോഴാട്ടെ കൊറിയർ വന്നത്. അയച്ചതാണ് ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച കൊറിയർ ഇപ്പൊ വന്നു. ഇന്നത് കുറച്ചും പൊട്ടിക്കുക. ചേച്ചി ഇവിടെ നാളെ പോകുന്നു വെച്ചു. കാരണം ഭയങ്കര ടയർഡാണ് ഉണ്ടായിരുന്നു. അല്ല ചോക്കുട്ടി വന്നിട്ട് ടയർഡാണ്.
അപ്പൊ നമുക്ക് എല്ലാരും ഉറങ്ങി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോ. ഞാൻ ഇച്ചേരം ഉറങ്ങി. ഞങ്ങൾ കുറെ നേരം ഉറങ്ങി. അമ്മ ഇവിടെ കിടന്നു ഞാനും നിനക്ക് നോക്കി പോയിപ്പോ നീ അവിടെ പോയി ഉറങ്ങണുണ്ടായിരുന്നു. നീ വന്ന് കിടന്ന് എപ്പോഴാന്ന് ഞാൻ ഓർക്കുന്നു പോലും ഇല്ല. സൂത്തിയ വനേക്കോ ഇപ്പൊ കുറച്ച് ക്ഷീണം മാറിയോ? നല്ല ക്ഷീണിച്ചത് വഴി യാത്ര എങ്ങോട്ടുള്ള യാത്രയായി പോയി. അത് പൊടിയും ചൂടും. എന്നെ മേലാലൊന്നും ഈ ആഗ്രഹം പറയില്ല. ചായ കുടിക്കണോ? ഞാനും ഇതേ ചോറ് വെക്കണോ. അപ്പൊ അടുത്ത നമുക്ക് ചിപ്സ് പാക്കറ്റ് ആവല്ലോ. ഇതേ ചിപ്സ് വേണം പറയുന്നു. എപ്പോ ഓപ്പൺ ചെയ്യുന്ന പറയുന്നു. ഞാൻ പറഞ്ഞു എപ്പോ ഓപ്പൺ ചെയ്തു മലയാളം പറഞ്ഞേ. ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു എണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിപ്സ് ഒക്കെ പൊട്ടിക്കാൻ പറയാം. അപ്പൊ നമുക്കത് ചായ കുടിച്ചിട്ട് ചിപ്സ് ഒക്കെ പൊട്ടിക്കാൻ പിന്നെ വെയിറ്റിംഗ് ഫോർ ചിപ്സ്. പിന്നെ ഇങ്ങ എത്തുമ്പോ നല്ല മഴ പെയ്തോ. നിങ്ങള് നല്ല ഉറങ്ങിപ്പോയി. അപ്പൊ ഞാനൊക്കെ ഇവിടെ നല്ല മഴ പെയ്തോ. പിന്നെ എനക്ക് തണുപ്പായിപ്പോ ഞാൻ ജോൺമേരിക്ക് വേഗം ഒരു ചോദിച്ചിട്ട് ഇതാ പറഞ്ഞു. അപ്പൊ നന്നായിട്ട് മഴ പെയ്തോ. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഇത് അവിടത്തേക്ക് കൊറിയർ ആക്കിയില്ല. ആ സാധനങ്ങൾ മിഠായി ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. പൊട്ടിക്കാലോ. പാവം നമുക്ക് ജോൺമേരിക്ക് ഗിഫ്റ്റ്. ഇത് നമുക്ക് അമ്മച്ചി ഉണ്ടല്ലോ ഏലുകുട്ടിക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഏല ഏലിക്കുട്ടി ഫോർ യു. ഓ ഏലിക്കുട്ടി കൊടുത്തല്ലേ. ഇതിന്റെ പേരെന്നാടി? മുല്ലാത്ത. അതിവിടെ വന്നിട്ട് കഴിക്കോ? അവിടെ നമ്മൾ കഴിക്കോ? यो चाहिँ यसको मेडिसिनल भ्याल्यु पनि छ। यो चाहिँ एकदमै राम्रो। यो चाहिँ फल भयो, यो चाहिँ पत्ता हो। यसलाई चाहिँ कुमारेर खानु। ഇത് വെള്ളം വാട്ടർനാ. ഇത് ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി നല്ല. ക്യാൻസർ ഇല്ലാത്ത നമുക്കും നല്ല. ഇത് ഇല ബോയിൽ ചെയ്ത് വെള്ളം കുടിക്കുന്ന നല്ല. ഫസ്റ്റിനാക്ക് താങ്ക് യു വന്നു. അവൾക്ക് ബ്രദർക്ക് സാബിയൊക്കെ. അതെ പാവം ജേവിയർക്ക് മാത്രം ഇല്ല. ജേവിയ സാബിയോ അയച്ചല്ല. ഉണ്ണിക്കുട്ടാ കമിയാർ. ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുത്തില്ല നീന്ന്. ഉണ്ണിക്കുട്ടനെ കാണിച്ചില്ലല്ലോ. അയച്ച ബായ്. ഉണ്ണിക്കുട്ടൻ വെൽക്കം. നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ ക്ഷീണിച്ചു പോയി. പൊക്കം വെച്ചോ. ക്ഷീണിച്ചു. സ്കൂൾ തുറന്നില്ലേ? അപ്പൊ അടുത്തന്നെ ഇത് ഉണ്ണിക്കുട്ടനക്ക് വേണ്ടി. ഉണ്ണിക്കുട്ടൻ मन परे कि मन परेन उड्दा खै नानीहरु कलर त्यही त मन परेर त ल्याइदिएको त यसलाई खै ऐसा दामी रहेछ त अर्थ नमक मिठाई ಇದು ನಮಗೆ ಅಮ್ಮಗೆ ವೆಂಡಿ ಇದು ಅಮ್ಮಗೆ ವೆಂಡಿ ಅಮ್ಮಗೆ ಇದು ஒரு நம்மளு இது നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇത് നമ്മുടെ ചേച്ചിക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് വേണ്ടി അതാണ് വയ്യ ഇവിടെ വയ്യ പയറ് പൊട്ടിപ്പോയി പയറ് പൊട്ടിയാ ലാസ്റ്റ് എടുക്കാം ഹാപ്പി This is for my mother special ചായ കുടിക്കുന്നതിന് വേണ്ടി ആരാ ഓ യാ കെട്ടേനൊന്നുമില്ലല്ലോ ഫോർ മദർ ഉള്ളി ഉള്ളി ഇവിടെ കിട്ടൂലായിരുന്നാ ഉള്ളി കിട്ടൂല ഈ ഉള്ളി ഇവിടെ കിട്ടൂല ഇത് നമുക്ക് കറി വെക്കുന്നതിന് വേണ്ടി ഇത് നമുക്ക് ഫുഡ് രാവിലെ കഴിക്കണ്ടേ പുട്ടുപൊടി പിന്നെ ഇത് ദോശക്ക് വേണ്ടി പുളി വരെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടോ അതെ ആ സാമ്പാർ വെക്കണേ ഇതുണ്ടോ ना ये बन कर रहा है आपको केरला सांबर पसंद है हाँ
ചേച്ചിനെ തിമിലോ കഴിച്ചോ. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇത് നാളെ നമുക്ക് ചേച്ചിക്ക് വീട്ടിൽ പോകുമ്പോ കൊടുക്കാം ചേച്ചിക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ രാത്രി വേറെ പരിപാടി ഒന്നുമില്ലേ, രാത്രിക്ക് ഫുഡ് കണ്ടി കുടിക്കാം. കണ്ടി കുടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ ചേച്ചിക്ക് വീട് പോവാം. ചേച്ചിക്ക് ഇന്ന് വീട്ടിൽ പോവാൻ വിചാരിച്ച പക്ഷെ സമയം കിട്ടില്ല. അപ്പോൾ ടയർഡും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നാളെ പോവാം. അപ്പൊ എല്ലാവർക്കും അതെ അമ്മക്ക് സ്പെഷ്യൽ ചായ കുടിക്കാൻ ചായ ഇതിലാണ് കുടിക്കുന്നേ. സ്റ്റീലിന്റെ അതിനാണ് അവളെ എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നത്. ചൂട് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എത്രയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ നേപ്പാളി സംസാരിക്കും, പിന്നെ വീണ്ടും മലയാളം പറയും മറന്നു പോകാം. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. പൂനിച്ചേ പച്ചിന ബൈ, ഗുഡ് നൈറ്റ്.